സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തു പറഞ്ഞ സൂറത്തുകളുണ്ട്, ചെറിയ ചെറിയ സൂറത്തുകൾ. ആ സൂറത്തുകൾ പതിവാക്കിയാൽ പോലും മഹാന്മാർ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, നിന്റെ ദാരിദ്ര്യം അല്ലാഹു തുടച്ചു മാറ്റും. നിന്റെ ദാരിദ്ര്യം അല്ലാഹു തുടച്ചു മാറ്റും. നിനക്ക് ദാരിദ്ര്യമില്ല, നിനക്ക് പ്രയാസമില്ല, ടെൻഷനില്ല. നിന്റെ ഹൃദയത്തിൽ എന്തൊക്കെ പ്രയാസങ്ങളും ഞെരുക്കങ്ങളുമുണ്ടോ അത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് മാറ്റി തരുന്നതാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ ഓതാനുള്ള മനസ്സ് കാണിക്കണം. അത് നിത്യമായി ഓതാൻ, അതിന്റെ എണ്ണമറിഞ്ഞുകൊണ്ട് അതിന്റെ പവിത്രത മനസ്സിലാക്കിയിട്ട് ഓതാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, സഹോദരിമാര്, ചെറുപ്പക്കാരാ, അത് നമ്മുടെ മനസ്സ് കാണിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. ആ ഒരു മനസ്സ് നമ്മൾ കൊണ്ടുവരണം. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തു കണ്ട ഒരുപാട് സൂറത്തുകളുണ്ട്. അതിലെ ഒരു സൂറത്താണ് വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലല്ലാഹിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതറുല്ലാഹ് അലം യജിദക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ فاغنا فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ അവിടുന്ന് മദ്ഹ് ചെയ്തുകൊണ്ട് പറഞ്ഞ സൂറത്താണ്. ഖുറൈശികൾ അവിടെ നിന്ന് ഒത്തൊരുമിച്ച് കൂടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് മറുപടി പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ. ഒരു കുറച്ച് കഴിഞ്ഞു വന്നു. മറുപടിക്ക് ആ ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല. 2 ദിവസമായി, 3 ദിവസമായി, ആഴ്ചയായി, എന്നിട്ടും അതിന് മറുപടിയില്ല. ഖുറൈശികളെ മുഴുവനും അവിടുന്ന് പറഞ്ഞു നടന്നു, മുഹമ്മദിനെ അവന്റെ റബ്ബ് വെടിഞ്ഞിരിക്കുകയാണ്. മുഹമ്മദിനെ അവന്റെ റബ്ബ് വെടിഞ്ഞു. വഹീ വരുന്നില്ല, മലക്ക് വരുന്നില്ല. മുഹമ്മദിന്റെ അടുക്കൽ വരുന്ന മലക്ക് മുഹമ്മദിന്റെ അടുക്കൽ വരുന്നില്ല. റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദിനെ കൈവെടിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ അവിടെ മുഴുവനും അടിച്ചു പരത്തി. എല്ലാവരും പറഞ്ഞു നടന്നു. ശത്രുക്കൾ മുഴുവനും കൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ആ സമയത്ത് അല്ലാഹുവേ അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് കടന്നു വരികയാണ്. ജിബ്രീൽ വന്നുകൊണ്ട് അവിടുന്ന് റസൂലുള്ളാഹി തങ്ങളോട് സലാം പറയുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുന്ന് ഓതി കൊടുക്കുകയാണ്, വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലല്ലാഹിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതറുല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് ദുഹാ സമയത്തെ പോലും സത്യം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകരോട് അല്ലാഹു തആല അവിടുന്ന് പറയുകയാണ്, വല്ലൈലി ഇദാ സജാ. അല്ലാഹുവേ ഇരുൾ മുറ്റിയതാകുന്ന രാത്രിയെ പോലും സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയേ അങ്ങയെ വെടിഞ്ഞിട്ടില്ല നബിയേ, അങ്ങയെ കൈവെടിഞ്ഞിട്ടില്ല നബിയേ, അങ്ങയെ ഒഴിവാക്കിയിട്ടില്ല നബിയേ. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലല്ലാഹിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതറുല്ലാഹ് അലം നജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ. അല്ലാഹുവേ അന്ധകാരത്തിന്റെ പടുകൂടിയിലുള്ളതായ കാലഘട്ടത്തിൽ ജനിച്ചു പോയെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകര് അങ്ങ് ഹിദായത്തിന്റെ വഴിയിലേക്ക് ഞാൻ കൊണ്ടുവന്നില്ലേ? അങ്ങ് ഈ ലോകത്ത് യതീമായി മാറിയപ്പോ, യതീമായി ജീവിച്ചു വന്നപ്പോ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് എല്ലാ അനുഗ്രഹങ്ങളും അവിടുന്ന് നൽകിയില്ലേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷത്തിന്റെ വാർത്തയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നത്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെയല്ല അല്ലാഹു ഒഴിവാക്കിയത്. ആ കളിയാക്കിയിട്ട് ജീവിച്ചിരുന്നവരുണ്ടല്ലോ, കളിയാക്കി
കളിയാക്കിക്കൊണ്ട് ചിരിച്ചു പോയവരുണ്ടല്ലോ, അവരെയാണ് അല്ലാഹു തആല ഒഴിവാക്കിയിരിക്കുന്നത്. ഹിദായത്തിൽ നിന്ന് ഒഴിവാക്കിയവരാണ്, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് ഒഴിവാക്കിയവരാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ഒഴിവാക്കിയവരാണ്. അതുകൊണ്ട് പേടിക്കണ്ട നബിയേ, പേടിക്കണ്ട നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ഓതിക്കൊടുത്തു, വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഇത് ദിവസവും ഒരു 5 പ്രാവശ്യം നിങ്ങൾക്ക് ഓതാൻ കഴിയോ? ദിവസവും ഒരു 5 പ്രാവശ്യം നിങ്ങൾക്ക് ഓതാൻ കഴിയോ? വലിയ പ്രതിഫലമാണ്. നിങ്ങളുടെ ദാരിദ്ര്യം അല്ലാഹു തആല ഒഴിവാക്കി തരും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ അലം നസ്റഹ് ലക സദ്റക, വേറെ സൂറത്താ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേറൊരു സൂറത്ത്, അലം നസ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അതും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്ഹ് ചെയ്യുകയാണ്. അലം നസ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ. നബിയേ, അങ്ങേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു, ഒരുപാട് കുടുസായിട്ടുള്ള ജീവിതമുണ്ടായിരുന്നു. ആ ജീവിതത്തിൽ നിന്ന് വിശാലതയുടെ ജീവിതം അല്ലാഹു തആല കാണിച്ചു തന്നില്ലയോ? അല്ലാഹു തആല ചോദിക്കുകയാ, നിങ്ങളുടെ ഹൃദയത്തെ വിശാലമാക്കി എല്ലാം സ്വീകരിക്കാൻ, എല്ലാം അംഗീകരിക്കാൻ, എല്ലാവരെയും നേരിടാൻ ഒരു ധൈര്യം അല്ലാഹു തആല തന്നില്ലേ? അല്ലാഹു തആല തന്നില്ലേ? അതൊക്കെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം അല്ലാഹു നീക്കി വലിയ പ്രതിഫലം കൊടുത്തു. അല്ലാഹു തആല ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ സൂറത്ത് ഓതുക, ഈ സൂറത്തും നിങ്ങൾ 5 പ്രാവശ്യം വീതം ഓതിയാൽ അല്ലാഹു നിങ്ങൾക്ക് വലിയ ഖൈർ നൽകുന്നതാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതേപോലെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ വണ്ടിയിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ഓതാൻ പറ്റിയ ഏറ്റവും നല്ല അനുഗ്രഹമാകുന്ന സൂറത്താണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ആ സൂറത്ത് നിങ്ങൾ വണ്ടിയിലേക്ക് കയറുമ്പോൾ, വണ്ടിയിൽ കയറുന്ന സമയത്ത്, വാഹനത്തിൽ കയറുമ്പോൾ, യാത്ര തിരിക്കുമ്പോൾ, വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഓതാം, വാഹനത്തിലിരുന്നു കൊണ്ടോതാം. ഇത് ഓതിയാൽ നിങ്ങൾക്ക് അപകടം വരുന്നതല്ല, ആ യാത്രയിൽ വല്ലാത്ത ബറക്കത്തുണ്ടാകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഇനി ഞാൻ പറഞ്ഞു തരുന്ന ഒരു സൂറത്തുണ്ട്, ആ സൂറത്ത് ഓതിയാൽ ആ എണ്ണമനുസരിച്ച് കൊണ്ടുള്ള സൂറത്താണ്. ഈ സൂറത്തുകൾക്കൊക്കെ ഒരേ എണ്ണമുണ്ട്, ആ അതനുസരിച്ച് കൊണ്ട് നിങ്ങൾ ഓതി നോക്ക്, അൽഹംദുലില്ലാഹ് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ആ അതനുസരിച്ചുകൊണ്ട് നിങ്ങൾ ഓതി നോക്ക്, വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇനി ഞാൻ പറയുന്ന സൂറത്ത്, ഈ സൂറത്ത് നിങ്ങൾ 113 പ്രാവശ്യം അടുക്കളയിൽ നിന്നുകൊണ്ട് ഓതിയാൽ നിങ്ങൾക്ക് ദാരിദ്ര്യം വരികയില്ല, ആ അടുക്കളയിൽ തീ പോയാതിരിക്കില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏതാണ് ആ സൂറത്ത് എന്നറിയുമോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലീലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് ഫൽയഅബ്ദൂ റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഅ വആമനഹും മിൻ ഖൗഫ്. ഈ സൂറത്ത് 113 പ്രാവശ്യം അടുക്കളയിൽ നിന്ന് ഓടിയാൽ ഒരിക്കലും നിങ്ങൾക്ക് അവിടെ ദാരിദ്ര്യം ഉണ്ടാവുന്നതല്ല, ആ അടുക്കളയിൽ തീ പുകയാതിരിക്കില്ല. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ. ഇനി ഒരു സൂറത്ത്, ഒരു ആയത്ത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ഈ ആയത്ത് ഇൻഷാ അല്ലാഹ് ജുമഅയുടെ സമയത്ത്, ജുമഅ കഴിയുന്നതിന് ശേഷം, സ്ത്രീകൾക്ക് ജുമഅ കഴിയുന്ന സമയം അറിയാലോ, ആ സമയത്ത് അല്ലെങ്കിൽ ആ ജുമഅയുടെ സമയത്ത് ദുഹർ നിസ്കാരത്തിന് ശേഷം ആ ജുമഅയുടെ ദിവസം ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾ 99 പ്രാവശ്യം ഓതിയാൽ അടുത്ത ജുമഅ വരെയും അല്ലാഹു നിങ്ങളെ മറ്റുള്ളതായ തെറ്റുകളിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, ആ
ആപത്തിൽ നിന്ന് കാക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ. ഏതാണെന്നറിയുമോ? ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസു അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഈ സൂറത്ത് ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസികും, ഈ ആയത്ത് 99 പ്രാവശ്യം നിങ്ങൾ ജുമാ നിസ്കാരത്തിന് ശേഷം ഓതിയാൽ അടുത്ത ജുമാ വരെയും നിങ്ങൾക്ക് ദാരിദ്ര്യം പിടിപെടില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുക. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങളെ മദ്ഹ് ചെയ്യുന്ന ഈ ആയത്തുകളും സൂറത്തുകളും ഇൻഷാ അല്ലാഹ് നമ്മൾ പതിവാക്കി നോക്ക്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അഊദ് ഓതാൻ നിങ്ങൾ മറന്നു പോകരുത്. അഊദ് ഓതാൻ മറന്നു പോകരുത്. ബിസ്മി ഓതാൻ നിങ്ങൾ മറന്നു പോകരുത്. കാരണം എന്താണെന്നറിയോ? ഏതൊരു ഖൈറായ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോയാലും ആ ഖൈറായ കാര്യങ്ങൾക്ക് തടസ്സമായിട്ട് ശൈത്താൻ അവിടെ കടന്നു വരും, അല്ലേ? ഒരു നന്മയുണ്ടെങ്കിൽ ഒരു തിന്മയുണ്ട് എന്നതുപോലെ ഒരു നന്മ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുമ്പോ അവിടെ ഇബ്ലീസ് കടന്നു വരിക. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകർ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആൻ ഓതാൻ തുടങ്ങുകയാണെങ്കിൽ പോലും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നിങ്ങൾ പറയണം എന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് അഊദ് ഓതാൻ നിങ്ങൾ മറന്നു പോകരുത്. ശൈത്വാനെ നമ്മൾ അകറ്റി നിർത്തണം. എന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അള്ളാഹു നമുക്ക്